നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫയൽ ഷെയറിംഗ് ബോട്ടിൻ്റെ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഉള്ള ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 3 രീതിയിൽ നമുക്ക് ആ ഒരു സംഭവം ചെയ്യാം. ഫയൽ ഷെയറിംഗ് ബോട്ടിൻ്റെ കമാൻഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിലും കൂടുതൽ കമാൻഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് എങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ നോക്കുന്നതാണ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോവുകയാണ്. അതിന് മുമ്പ് ഈ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചെയ്ത എല്ലാ ബോട്ടുകളും ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ ഫയൽ ഷെയറിംഗ് ബോട്ട് ഇന്നലെ ക്രിയേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ ബട്ടൺ മേക്കർ ബോട്ട്. ഈ ഒരു ബോട്ട് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഈ ബോട്ടല്ല, നിങ്ങൾ കൺട്രോളർ ബോട്ട് വെച്ച് ചെയ്ത ആ ഒരു ബട്ടൺ പോസ്റ്റ് ബോട്ടർ വെച്ച് നിങ്ങൾക്ക് ചെയ്യാം, എന്താണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഞാനിവിടെ ഉപയോഗിക്കുന്ന ഒരു ബട്ടൺ മേക്കറാണ്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. അതുപോലെ തന്നെ നമുക്കൊരു ഡേറ്റാബേസ് ചാനലുണ്ട്, നമ്മുടെ സംഭവം കണക്ട് ചെയ്തിരിക്കുന്ന ഡേറ്റാബേസ് ചാനൽ. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഉണ്ട്, നമുക്കിപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഫയൽസൊക്കെയുള്ള വേറൊരു ചാനലുണ്ട്. അത് ഈ ബോട്ടുമായിട്ടൊന്നും കണക്ഷൻ ഒന്നുമില്ല. അതുപോലെ നമുക്ക് ഗ്രൂപ്പിൽ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടി ഒരു ഫിൽട്ടർ ബോട്ടും ഉണ്ട്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ഏതൊക്കെ ടൈപ്പിലാണ് ഈ ഒരു സംഭവം ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ടൈപ്പ് 1 ഞാനിവിടെ ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ഇതിങ്ങനെ എന്തെങ്കിലും ഒരു പേര് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സിനിമ ഇങ്ങനെ കാണിക്കും, ഫിൽട്ടർ ചെയ്ത് വെച്ചിരിക്കുന്നത് കാണിക്കും. എന്നിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫയൽ സ്റ്റോറിംഗ് ബോട്ടിൻ്റെ PMലേക്ക് പോയിട്ട് സ്റ്റാർട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഫയൽ മാത്രം നമുക്ക് കിട്ടും. അതാണ് ഒന്നാമത്തെ സംഭവം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ടൈപ്പ് 2 എന്ന് ഫിൽട്ടർ ചെയ്തിട്ടുണ്ട്. ടൈപ്പ് 2 എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമയുടെ ലിങ്കിൽ പിടിച്ച് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ ആ ഒരു മെസ്സേജ് മാത്രമല്ല, കുറേ മെസ്സേജുകൾ, ആ ഒരു സിനിമയുടെ ഫുൾ മെസ്സേജുകൾ അല്ലെങ്കിൽ ആ ഒരു സീരീസിൻ്റെ ഫുൾ മെസ്സേജുകൾ ഒരുമിച്ച് തന്നെ വരുന്നതാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇത് മൊത്തമായിട്ട് ഒറ്റ ലിങ്കിൽ തന്നെ മൊത്തമായിട്ടും വരും. അതാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഒരു ടൈപ്പും കൂടെ ഉണ്ട്. അതാണ് ഏറ്റവും സെറ്റപ്പ്, കാണാനൊക്കെ അടിപൊളിയായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത്. പക്ഷേ സീരീസൊക്കെ എടുക്കുമ്പോഴാണ് മെയിനായിട്ട് അതിൻ്റെ ഉപയോഗം വരുന്നത്. അപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ ഫിൽട്ടർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും ഒരു സീരീസ് അല്ലെങ്കിൽ സിനിമ എന്തെങ്കിലും ആയിക്കോട്ടെ, അവിടെ ചെന്ന് ബോട്ടിൻ്റെ PMൽ പോയി സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് വേറൊരു ഫിൽറ്ററിങ് ഇവിടെ കാണിക്കും. അതായത് ഇവിടെ കണ്ടപ്പോൾ സീസൺ 1 സീസൺ 2 എന്ന് പറഞ്ഞ രണ്ടായിട്ട് ഇവിടെ വേറൊരു ഫിൽറ്ററാണ് കാണിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ സീസൺ 2 ആണ് വേണ്ടതെങ്കിൽ സീസൺ 2 ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്പോൾ വീണ്ടും ഇവിടെ സ്റ്റാർട്ട് കാണിക്കും. എന്നിട്ട് സ്റ്റാർട്ട് കൊടുത്ത് കഴിയുമ്പോൾ പിന്നെയും ആ ബോട്ട് ഇതുപോലെ സീസൺ 2 മാത്രമായിട്ട് നമുക്ക് അയച്ചു തരും. മുകളിൽ ഫിൽട്ടർ ചെയ്തിരിക്കുന്ന മുകളിൽ ആ ഒരു ബട്ടൺ പോസ്റ്റ് വെച്ച് ചെയ്തിരിക്കുന്ന സംഭവത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് വേണം. ഇനി സീസൺ 1 ആണ് വേണ്ടത്, നിങ്ങൾ സീസൺ 1 ക്ലിക്ക് ചെയ്യാം. വീണ്ടും ഇവിടെ സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സീസൺ 1ൻ്റെ ഫയൽസ് കിട്ടും. അപ്പോൾ ഇങ്ങനെ 3 ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു ഫയൽ ഷെയറിംഗ് ബോട്ട് വെച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ സീരീസൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മെയിനായിട്ട് ഈ 3ാമത്തെ ടൈപ്പ് ആയിരിക്കും നല്ലത്. സിനിമയൊക്കെ രണ്ടാമത്തെ ടൈപ്പാണ്. ഒന്നോ രണ്ടോ ഫയൽസ് മാത്രം കൊടുക്കാനാണെങ്കിൽ 1ാമത്തെ ടൈപ്പ് എടുക്കാം. അപ്പോൾ നമുക്ക് ടൈപ്പ് 1 മുതൽ ഓരോന്നായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ടൈപ്പ് 1 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരൊറ്റ ഫയൽ മാത്രം നമ്മുടെ ഡേറ്റാബേസ് ചാനലിലേക്ക് ഫോർവേഡ് ചെയ്യുക എന്നുള്ളതാണ്. ഡേറ്റാബേസ് ചാനലിലേക്ക് നമ്മളൊരു ഫയൽ ഫോർവേഡ് ചെയ്യുന്നു. അപ്പോൾ ആദ്യം ഇങ്ങനെ ഷെയർ URL എന്നൊക്കെ കാണിക്കും, അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇനി അതിനുശേഷം നമ്മുടെ ഫയൽ ഷെയറിംഗ് ബോർഡിലേക്ക് പോയതിനു ശേഷം നമ്മുടെ ഗെൻ ലിങ്ക് എന്ന് പറയുന്ന ആ ഒരു കോഡ് അവിടെ കൊടുക്കുക. അപ്പോൾ ഈ ഒരു മെനു എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുപോലെ തന്നെ ആ ഗെൻ ലിങ്ക് എന്ന് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമ്മുടെ ഡേറ്റാബേസ് ചാനലിൽ നിന്നും ഈ ഒരു ഫയൽ ഫോർവേഡ് വിത്ത് കോട്ട് എന്ന് പറയുന്ന സംഭവം കൊടുത്തതിന് ശേഷം ഫയൽ ഷെയറിംഗ് ബോർഡിലേക്ക് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബോർഡിലേക്ക് ഏത് ഫയൽ ഫോർവേഡ് ചെയ്യുമ്പോൾ ഫോർവേഡ് വിത്ത് കോട്ട് മാത്രമേ കൊടുക്കാവുള്ളൂ. അതിനുശേഷം നമ്മൾ ഈ ഒരു ലിങ്ക് ദിവസം ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ഫയൽ നമുക്ക് അവിടെ കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഫിൽട്ടർ ബോർഡിലേക്ക് വരിക. നമ്മൾ സാധാരണ ഫിൽട്ടർ ചെയ്യുന്ന പോലെ നമ്മൾ ആ ഒരു ഇമേജ് എടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ ആ ബട്ടൻ്റെ കോഡ് കൊടുത്തു. അതിന് നമ്മളുടെ ബട്ടൻ്റെ കോഡ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ലിങ്കിൻ്റെ അവിടെ നമ്മളിപ്പോൾ കോപ്പി ചെയ്ത ആ ഒരു ലിങ്ക് കൊടുത്തു. അതിനുശേഷം നമ്മൾ അതിൻ്റെ പേര് നമുക്ക് ഇഷ്ടമുള്ള പോലെ കൊടുത്തു. അതാണ് നമ്മൾ ഫിൽട്ടർ ചെയ്യുന്നത്. എങ്ങനെയാണ് ഫിൽട്ടർ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലാത്തവർക്ക് നമ്മൾ ആ ഒരു ഫിൽട്ടറിങ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫിൽട്ടർ ബോട്ട് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അതിപ്പോൾ അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിലേക്ക് നമ്മളിങ്ങനെ ആഡ് ചെയ്യുന്നു. നമ്മൾ എന്താണ് ആഡ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ആഡ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഈ ഒരു ബോർഡിൽ നമ്മൾ 4 സബ്സ്ക്രൈബ് എനേബിൾ ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് 4 സബ്സ്ക്രൈബ് വേണ്ട, നേരിട്ട് നമുക്ക് കിട്ടും. ഇനി ടെസ്റ്റ് ഗ്രൂപ്പിൽ പോയിട്ട് നമ്മളിവിടെ നാം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഫിൽട്ടർ ബോട്ട് ഫിൽട്ടർ ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ റിപ്ലൈ കിട്ടും. എന്നിട്ട് ഇവിടെ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഫയൽ നമുക്ക് ആ ഒരു ബോർഡിൽ നിന്നും കിട്ടും. അതാണ് ടൈപ്പ് 1 ഫിൽട്ടർ ചെയ്ത് ഗ്രൂപ്പിൽ നിന്നും എടുക്കുന്ന വരെയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേതാണ് ഒരുപാട് ഫയൽസ് ഒരുമിച്ച് കിട്ടുക. അതിന് വേണ്ടി നമ്മൾ വീണ്ടും ഫയൽസിൽ പോവുക. അതിനുശേഷം നമ്മൾ ഈ ഒരു സിനിമയാണ് ഇവിടുന്ന് നേരിട്ട് എടുക്കുക. അപ്പോൾ ഇത്രയും ഫയൽസ് നമ്മൾ നമ്മുടെ ഡേറ്റാബേസ് ചാനലിലേക്ക് ഫോർവേഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും ഫയൽസ് നമുക്ക് ഒരുമിച്ച് ഒരൊറ്റ ലിങ്കിൽ തന്നെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയൽ ഷെയറിംഗ് ബോർഡിലേക്ക് പോയതിന് ശേഷം മെനു എടുക്കുക. അതിനുശേഷം ബാച്ച് എന്നുള്ള സംഭവം കൊടുക്കുക.
ബാച്ച് എന്നാണ് അതിൻ്റെ ഒരു ലിങ്കിൻ്റെ പേര്. അപ്പോൾ ഇനി അവിടെ കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് മെസ്സേജ് നമ്മുടെ എവിടെ മുതൽ എവിടം വരെ ഉള്ളതാണെന്ന് നമ്മൾ കൃത്യം ഓർക്കുക. അതിനുശേഷം എവിടെ മുതൽ എന്നുള്ള ഏറ്റവും ആദ്യത്തെ മെസ്സേജ് ഫോർവേഡ് വിത്ത് കൂട്ട് നമ്മുടെ ബോർഡിലേക്ക് ഫോർവേഡ് ചെയ്യാം. അടുത്ത് വയ്ക്കുന്ന ലാസ്റ്റ് മെസ്സേജ്, അത് നമ്മളിപ്പോൾ ഈ ഫോർവേഡ് ഈ മെസ്സേജ് മുതൽ എവിടം വരെയാണ് നമുക്ക് ഈ ഒരു ബാച്ചിൽ നമുക്ക് കിട്ടേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഫോർവേഡ് ചെയ്യേണ്ട ആ ഒരു ബാച്ചിലെ ലാസ്റ്റ് മെസ്സേജ് ഫോർവേഡ് വിത്ത് കൂട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലിങ്ക് എന്ന് പറയുന്നത് ഈ ഒരു ബാച്ചിൻ്റെ ലിങ്ക് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. അപ്പോൾ ആ ഒരു ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഫിൽറ്റർ ബോട്ടിലേക്ക് വരിക. സാധാരണ ഫിൽറ്റർ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഈ ഒരു ബോട്ടിനകത്ത് ലിങ്കിന് ബട്ടൺ URLൻ്റെ ലിങ്കിൻ്റെ അവിടെ ജസ്റ്റ് സിനിമയുടെ ലിങ്ക് അല്ല, ഈ ഒരു ബോട്ട് തരുന്ന ലിങ്കാണ് നമുക്ക് അവിടെ കൊടുക്കേണ്ടതെന്ന് ഓർക്കുക. അപ്പോൾ നമ്മുടെ പേര് മാറ്റി നമ്മുടെ ഏത് ഫയലാണോ ആ ഫയലിൻ്റെ പേര് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ ഒരു ലിങ്കിന് നമുക്കിപ്പോൾ കിട്ടിയ ലിങ്ക് കൊടുത്തു. എന്നിട്ട് നമ്മളിവിടെ സെൻഡ് ചെയ്തു. നമുക്ക് ഈ ഒരു ലിങ്ക് നമ്മളിപ്പോൾ ഞാൻ കിട്ടുന്ന സ്റ്റാർട്ട് കൊടുത്ത് നോക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മളിപ്പോൾ ഫിൽറ്റർ ചെയ്ത ബാച്ചായിട്ട് കൊടുത്ത ആ ഒരു ഫയൽസ് എല്ലാം ഒരു ബാച്ചായിട്ട് ഒരുമിച്ച് തന്നെ നമുക്ക് ആ ഒരു ഫയൽസ് കിട്ടുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ആ ഒരു ഫയൽ ഷെയറിംഗ് ബോട്ടിൽ സേവ് ചെയ്തതിന് ശേഷം ആ ഒരു ലിങ്ക് നമ്മൾ കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഒന്ന് ഫിൽറ്റർ ചെയ്യാം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഫയലിൻ്റെ പേര് കൊടുക്കുന്നു, എന്നിട്ട് നമ്മൾ സേവ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്ക് നമ്മൾ അവിടെ ആ ഒരു ഗ്രൂപ്പിലേക്ക് ഫിൽറ്റർ ചെയ്തു. ഇനിയിപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ പോയതിനു ശേഷം നമ്മൾ ആ ഒരു പേര് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിൽറ്റർ ബോട്ടായിരിക്കും നമുക്ക് റിപ്ലൈ തരിക. ആ ഒരു ഫിൽറ്റർ ബോട്ടിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഫയൽ ഷെയറിംഗ് ബോട്ടിലേക്കായിരിക്കും. അപ്പോൾ ഫയൽ ഷെയറിംഗ് ബോട്ടിന് ഇത്രയും ഫയൽസ് നമുക്ക് ഒരുമിച്ച് ഒറ്റ ലിങ്കിൽ തന്നെ നമുക്ക് കിട്ടും. അതാണ് രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത്. ഇനിയാണ് മൂന്നാമത്തെ ടൈപ്പ്. അത് ചില പാടുള്ള കേസാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് മെയിനായിട്ട് സീരീസ് ഒക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സീരീസ് മൊത്തത്തിൽ ഫയൽസ് ഞാനിവിടെ നമ്മുടെ ഫയൽ ചാനലിലുണ്ടായിരുന്നു, അത് ഡേറ്റാബേസ് ചാനലിലേക്ക് ഞാൻ ഫോർവേഡ് ചെയ്തു. അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഇത്രയും ഫയൽസ് വന്നിട്ടുണ്ട്. സീസൺ 1, 2, 3, 4 എന്ന് പറഞ്ഞ 4 സീസൺസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഇനി നോക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് വേണ്ട സാധനമാണ് ബട്ടൺ മേക്കർ എന്ന് പറയുന്നത്. അതിന് മുമ്പ് നമുക്ക് നമ്മുടെ ഹെറോക്വിൽ ചെറിയൊരു സംഭവം ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെറോക്വിൽ നമുക്കാണെങ്കിൽ ഈ ചുമ്മാ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ബട്ടൺ അവിടെ വർക്ക് ആവത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു എക്സ്ട്രാ വേരിയബിൾ നമുക്ക് അവിടെ കൊടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഇവിടെ പോവുക, ജിറ്റ്ഹബിലേക്ക് പോവുക. അവിടെ താഴേക്ക് നോക്കി കഴിഞ്ഞാൽ എക്സ്ട്രാ വേരിയബിൾസ് എന്നുള്ള ഭാഗത്ത് ഡിസേബിൾ ചാനൽ ബട്ടൺ എന്നൊരു കോഡ് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു കോഡ് കോപ്പി ചെയ്തതിന് ശേഷം നമ്മുടെ ഹെറോക്വിലേക്ക് വരിക, ആപ്പ് സെറ്റിങ്സിലേക്ക് വരിക, അതിനുശേഷം റിവീൽ കോൺഫിഗ് വാർസ് എന്ന് പറയുന്ന സംഭവത്തിനകത്ത് വരിക. അവിടെ കീ എന്ന് പറയുന്നിടത്ത് നമ്മളിപ്പോൾ കോപ്പി ചെയ്ത സംഭവം പേസ്റ്റ് ചെയ്യുക. അതിന് വാല്യൂ എന്ന് പറയുന്നിടത്ത് ട്രൂ എന്ന് കൊടുക്കുക. എങ്കിൽ മാത്രമേ ആ ഒരു ടൈപ്പ് 3 വർക്ക് ആവത്തുള്ളൂ. ആ ഒരു സംഭവം കൊടുക്കാം, ട്രൂ എന്ന് കൊടുക്കാം, ആഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗ് എടുത്ത് നോക്കുക. ആ ഒരു ബോട്ട് നമുക്ക് ലോഡ് ആവുന്ന കാണാനായിട്ട് സാധിക്കും. സ്റ്റാർട്ടിങ്ങിലും അപ്പാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ വർക്ക് ആവുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഈ ഒരു ടൈപ്പ് 3 ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇപ്പോൾ ആ ബോർഡിന് പ്രശ്നങ്ങളൊന്നും എടുത്ത് കാണിക്കുന്നില്ല. ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയും സംഭവം ചെയ്തതിന് ശേഷം മാത്രം തിരിച്ച് മൂന്നാമത്തെ ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ള കാര്യം ഓർക്കുക. ജിറ്റ്ഹബിലെ ആ ഒരു എക്സ്ട്രാ വേരിയബിളിൻ്റെ അവിടെയുള്ള സംഭവം നോക്കുക. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന ഈ ഒരു ഡേറ്റാബേസ് ആദ്യം ചെയ്യണം. നമ്മൾ ബട്ടൺ മേക്കർ എടുക്കാം. നമ്മുടെ ഈ ഒരു ഡേറ്റാബേസ് ചാനലിൽ നമ്മൾ ഇതെല്ലാം ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫയൽ ഫോർവേഡ് ചെയ്തിട്ടു. അതിനുശേഷം നമ്മൾ നമ്മുടെ ബട്ടൺ മേക്കർ ബോട്ടിലേക്ക് വരിക. നമ്മുടെ ബട്ടൺ മേക്കർ ബോട്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടതാണ്. ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബോട്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കൺട്രോളർ ബോട്ട് വെച്ചോ അല്ലെങ്കിൽ നെസ്ട്ര ബോട്ട് വെച്ചോ ചെയ്ത ആ ഒരു ചാനൽ പോസ്റ്റ് ബോട്ടിൽ എടുത്തതിന് ശേഷം പുതിയൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അവിടെ നമുക്ക് ഇഷ്ടമുള്ള ഇമേജ് നമ്മളിവിടെ കൊടുക്കാം. ഞാനിവിടെ ഷെർലക്ക് എന്നുള്ള ഇമേജ് കൊടുത്തു. എന്നിട്ട് ഞാനവിടെ ജസ്റ്റ് ഒരു ക്യാപ്ഷൻ കൊടുത്തു. നമുക്കവിടെ ഇഷ്ടമുള്ള ക്യാപ്ഷൻ കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു ക്യാപ്ഷൻ കൊടുത്തു, 4 സീസൺ കൊടുത്തിട്ട് സെൻഡ് ചെയ്തു. അപ്പോൾ അതാണ് മെയിൻ ഹെഡിങ് ആയിട്ട് വന്നു. ഇനി നമുക്ക് ഇതിനകത്ത് പ്ലസ് ബട്ടൺ കൊടുത്ത് നമുക്ക് സീസൺസിൻ്റെ ലിങ്കുകൾ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന സീസൺ 1 എന്ന് കൊടുക്കാൻ പോവുകയാണ്. സീസൺ 1 എന്ന് കൊടുത്തു. സീസൺ 1 എന്ന് കൊടുത്ത് ടെക്സ്റ്റ് കൊടുത്തു. ഇനി നമുക്ക് വേണ്ടത് ലിങ്കാണ്, സീസൺ 1ൻ്റെ ഫുൾ ലിങ്ക്. അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫയൽ ഷെയറിംഗ് ബോട്ടിലേക്ക് പോവുക. നമ്മുടെ ബാച്ച് എന്നുള്ള ലിങ്ക് വീണ്ടും കൊടുക്കാം. അങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മുടെ ഡേറ്റാബേസ് ചാനലിൽ പോയിട്ട് നമുക്ക് ഏറ്റവും ആദ്യത്തെ ആ ഒരു ഫയൽ സീസൺ 1 തുടങ്ങുന്ന ആ ഒരു ഫയൽ, നമുക്കിത് വേണമെന്നില്ല, സീസൺ 1 ഇവിടുന്ന് വേണമെങ്കിലും തുടങ്ങുന്ന ഫയൽ എടുക്കുക. ഫയൽ ഫോർവേഡിംഗ് ബോർഡിലേക്ക് ഫോർവേഡ് ചെയ്യുക. വീണ്ടും നമുക്ക് ആ ഒരു നമ്മുടെ സീസൺ 1 തീരുന്ന ആ ഒരു ലിങ്ക് എടുക്കുക, ഫയൽ ഫോർവേഡിംഗ് ബോർഡിലേക്ക് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു ബാച്ച് ലിങ്ക് കിട്ടും. ആ ഒരു ബാച്ച് ലിങ്ക് കോപ്പി ചെയ്യാം. ബാച്ച് ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമുക്കിവിടെ ബട്ടൺ മേക്കർ വന്നിട്ട് ആ ഒരു സംഭവം ഇവിടെ പേസ്റ്റ് ചെയ്യാം. അതിനുശേഷം സെൻഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു സീസൺ 1 അവിടെ ആഡ് ആയിട്ടുണ്ട്. ഇനി സീസൺ 2 അവിടെ കൊടുക്കാം. അതിനുശേഷം വീണ്ടും നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ
ഇമോജിയൊക്കെ കൊടുക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അത് ചെയ്യേണ്ടത്. സീസൺ 2 എന്ന് കൊടുത്തു. അതിനുശേഷം അവിടെ സെൻഡ് ചെയ്തു. ഇനി വീണ്ടും URL ചോദിക്കാം. വീണ്ടും നമ്മുടെ ഫയൽ ഷെയറിംഗ് ബോർഡിലേക്ക് പോയി ബാച്ച് എന്ന് കൊടുക്കുക. ബാച്ച് എന്ന് കൊടുത്തതിന് ശേഷം നമ്മുടെ ഡേറ്റാബേസ് ചാനലിൽ പോയി സീസൺ 2 തുടങ്ങുന്ന ആ ഒരു ഫയൽ ഫോർവേഡ് ചെയ്യുക ആദ്യം. അതിനുശേഷം നമ്മുടെ ആ ഒരു ബാച്ച് അവസാനിക്കുന്ന ലിങ്ക് ഫോർവേഡ് ചെയ്യുക രണ്ടാമത്. ലിങ്കല്ല, ഫയൽ ഫോർവേഡ് ചെയ്യുക. ഫോർവേഡ് ചെയ്യുമ്പോൾ ആ ഒരു ബാച്ചിൻ്റെ ലിങ്ക് നമുക്ക് കിട്ടും. ആ ഒരു ബാച്ച് ലിങ്ക് കോപ്പി ചെയ്യുക. വീണ്ടും ബട്ടൺ മേക്കർ ബോർഡിലേക്ക് പോയിട്ട് ആ ഒരു ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സീസൺ 1ഉം സീസൺ 2ഉം ആഡായിട്ടുണ്ട്. ഇനി സീസൺ 3 ആണ് ആഡാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സീസൺ 3 ആഡാക്കാൻ വേണ്ടി ഞാൻ ഇതിൽ തന്നെ കൊടുത്തു. അതിനുശേഷം ഞാനിവിടെ സീസൺ 3 എന്ന് കൊടുത്തു. എന്നിട്ട് സെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെ URL ചോദിക്കും. വീണ്ടും നമ്മൾ ഫയൽ ഷെയറിംഗ് ബോർഡിലേക്ക് പോയിട്ട് ബാച്ച് എന്ന് കൊടുക്കും. അങ്ങനെ കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മുടെ നമ്മുടെ ഡേറ്റാബേസ് ചാനലിൽ പോയി സീസൺ 3യുടെ ഫസ്റ്റ് മെസ്സേജ് ഫോർവേഡ് ചെയ്യും. അതുപോലെ തന്നെ സീസൺ 3യുടെ ലാസ്റ്റ് മെസ്സേജ് നമ്മൾ ഫോർവേഡ് ചെയ്യും. അപ്പോൾ നമുക്ക് സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ഒരു ബട്ടൺ പോസ്റ്റ് എങ്ങനെയാണ് ഇരിക്കേണ്ടത്, ആ ഒരു ബട്ടൺ പോസ്റ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. സീസൺ 3യുടെ ലിങ്ക് കൊടുത്തു. ഇനി സീസൺ 4ൻ്റെ ലിങ്ക് കൂടെ കൊടുക്കണം. സീസൺ 4ൻ്റെ ലിങ്ക് കൂടെ കൊടുത്തു. സീസൺ 4. അപ്പോൾ ഇതാണ് കുറച്ച് ലോങ് ആയിട്ടുള്ളത്. സീസൺ 4 ടൈപ്പ് 3 ആണ് കുറച്ച് ലോങ് ആയിട്ടുള്ളത്. വീണ്ടും ഫയൽ ഷെയറിംഗ് ബോർഡിലേക്ക് പോയി ബാച്ച് എടുക്കുക. വീണ്ടും അപ്പോൾ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ നല്ല ഭംഗിയായിട്ട് ഫയൽ ഷെയറിംഗ് ബോർഡ് സെറ്റപ്പ് ആകണമെങ്കിൽ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട്. ഫസ്റ്റ് മെസ്സേജ് ഫോർവേഡ് ചെയ്തു. ലാസ്റ്റ് മെസ്സേജ് നമ്മൾ ഫോർവേഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ബാച്ചിൻ്റെ ലിങ്കും കിട്ടി. ആ ഒരു ലിങ്ക് നമ്മൾ കോപ്പി ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും വന്ന് നമ്മുടെ ബട്ടൺ മേക്കർ ബോർഡിലേക്ക് വന്നിട്ട് നമ്മൾ ആ ഒരു ലിങ്ക് സീസൺ 4ൻ്റെ ലിങ്ക് പേസ്റ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് 4 സീസണും അതിനൊന്നും ചെയ്യേണ്ടതില്ല. ഡൺ എന്ന് കൊടുക്കാം. അതിനുശേഷമാണ് NB ബട്ടൺ മേക്കർ ബോട്ട് 4 എന്നാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഡേറ്റാബേസ് ചാനലിലേക്ക് നമ്മൾ പോവുക. അതിനുശേഷം നമ്മുടെ ഇൻലൈനായിട്ട് വർക്കാവുന്ന ഈ ഒരു ബോട്ട് എടുക്കുക. അതിനുശേഷം 4 എന്ന് കൊടുക്കുക. അപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഒരു പോസ്റ്റ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. ആ പോസ്റ്റ് എടുക്കുക, സെൻഡ് ചെയ്യുക. നമുക്കിവിടെ ബോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം കിട്ടി. ഇനി ഇതിൻ്റെ ഒരു ലിങ്ക് നമ്മൾ എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ ഫയൽ ഷെയറിംഗ് ബോർഡിലേക്ക് പോവുക. ഇവിടെ ഗൻ ലിങ്ക് എന്ന് പറഞ്ഞ ലിങ്ക് കൊടുക്കാം. നമ്മൾ ആ ഒരു ഫയൽ വെറുതെ ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാലും ആ ഒരു ഫയലിൻ്റെ ലിങ്ക് നമുക്ക് കിട്ടും. പക്ഷേ ആ ലിങ്ക് നിങ്ങൾ ഉപയോഗിക്കരുത്. ഗെയിൻ ലിങ്ക് എന്ന് പറഞ്ഞ ആ ഒരു സംഭവം കോഡ് കൊടുത്തതിന് ശേഷം മാത്രം കിട്ടുന്ന ഫയൽ ഫോർവേഡ് ചെയ്യാം. ഇപ്പോൾ നമുക്കൊരു ലിങ്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ആ ഒരു ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് അടിച്ച് നോക്കി കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ കിട്ടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു ഫയൽ ആ ഒരു ലിങ്ക് കോപ്പി ചെയ്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഫിൽട്ടർ ബോർഡിലേക്ക് വരിക. വീണ്ടും നമ്മൾ നേരത്തെ ഫിൽട്ടർ ചെയ്യുന്ന പോലെ തന്നെ ഫിൽട്ടർ ചെയ്യുക. ഞാനിവിടെ എടുത്തു, ആ ഒരു ഇതവിടെ കോപ്പി ചെയ്തു. അതിനുശേഷം ഞാനിവിടെ നമ്മുടെ ഫയലിൻ്റെ പേര് കൊടുത്തു. അതിനുശേഷം ഇവിടെ ബട്ടൺ URL എന്ന് പറഞ്ഞ ഭാഗത്ത് ഇപ്പോൾ ഞാൻ കോപ്പി ചെയ്ത URL കൊടുത്തു. അതിനുശേഷം URL എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് അടിച്ച് നോക്കുക. ഇപ്പോൾ ആ ഒരു ബോട്ട് നമുക്ക് വർക്കാവുന്നില്ലാത്തത് തോന്നുന്നു. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെയൊക്കെ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് സ്റ്റാർട്ട് കൊടുത്ത് നോക്കിയതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് കോപ്പി ചെയ്ത് നോക്കുക. എന്നിട്ട് വീണ്ടും ശരിയായില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഈ ഒരു ഫയലിൻ്റെ ഒന്നും കൂടെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് ഒന്നും കൂടെ നോക്കിയാൽ മതി, അത് ശരിയാവുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് ആ ഒരു സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അങ്ങനെ എററൊക്കെ വരും. അതൊന്നും വിഷയമാക്കേണ്ട. ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും അത് വർക്കാവുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ ഒരു ഫിൽട്ടർ ആഡ് ചെയ്യുന്ന പോലെ തന്നെ ഫിൽട്ടർ ആഡ് ചെയ്യുന്നു. ഷെർലക്ക് എന്ന് ആഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിലേക്ക് അതും വന്നിട്ടുണ്ടോ. നമ്മൾ ഗ്രൂപ്പ് എടുത്ത് നോക്കുക. എന്നിട്ട് ഷെർലക്ക് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ ഫിൽട്ടർ ബോട്ട് നമുക്ക് റിപ്ലൈ തരും. ഫിൽട്ടർ ബോട്ടിൻ്റെ ലിങ്കിൽ നമുക്ക് ഫയൽ ഷെയറിംഗ് ബോട്ട് റിപ്ലൈ തരും. അതിൽ സീസൺ 1 ഞെക്കി കഴിഞ്ഞാൽ വീണ്ടും സ്റ്റാർട്ട് ചോദിക്കും. അപ്പോൾ സീസൺ 1ലെ ഫയൽസ് നമുക്ക് അവിടെ സെൻഡ് ചെയ്ത് തരും. കണ്ടോ, സീസൺ 1ലെ ഫയൽ സെൻഡ് ചെയ്തു തന്നു. ഇനി സീസൺ 4 വേണമെങ്കിൽ സീസൺ 4 സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് കൊടുത്തു കഴിഞ്ഞാൽ സീസൺ 4 നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് 3 ടൈപ്പിലുള്ള സംഭവം നമ്മൾ വർക്കാവുന്നത്. ഇപ്പോൾ 3 ടൈപ്പിൽ നമ്മൾ ചെയ്തു. ടൈപ്പ് 1 ഒരു ഫയൽ മാത്രം, ടൈപ്പ് 2 ഒരു ബാച്ച് മാത്രം, ടൈപ്പ് 3 ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അത് വെച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു ഫയൽ ഷെയറിംഗ് ബോട്ട് ഉപയോഗിച്ചുകൊണ്ട് 3 രീതിയിൽ നമ്മൾ ആ ഒരു ഫയൽസ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ ചാനലുള്ളവർക്ക് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഫയൽ ഷെയറിംഗ് ബോട്ടിൻ്റെ പലതരത്തിലുള്ള കോഡുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ആ ഒരു സംഭവം ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെട്ട് കാണാം അതിൻ്റെ 3 രീതിയിലുള്ള അതിൻ്റെ ഓരോ ഫിൽറ്ററിങ് സംവിധാനങ്ങളൊക്കെ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടി 2-3 ബോട്ടുകളുടെയൊക്കെ ആവശ്യമുണ്ട്. ആ ബോട്ടുകളുടെ എല്ലാത്തിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാത്തിനും നിങ്ങൾക്കത് ചെയ്യാൻ അറിയാമായിരിക്കുകയും ചെയ്യും. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ടെലഗ്രാം ബോട്ടിൻ്റെ വീഡിയോസ് മാത്രമല്ല ഏത് വീഡിയോസ് ഇട്ടാലും അത്യാവശ്യം നമ്മുടെ വീഡിയോസ് കാണാനൊക്കെ ആണെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഒന്ന് നോക്കണം. അപ്പം നമ്മുടെ ചാനൽ പിന്നെ മുകളിലോട്ട് പോകാനാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ആക്കി വെക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം. അതുവരേക്കും ബൈ.